ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നല്ലൊരു മഴയാണ് കേട്ടോ. നല്ല പെരുമഴയാണ് പെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മഴയുടെ ലക്ഷണം കാണുമ്പോൾ ഇന്ന് ഫുള്ളായിട്ട് മഴ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല. പിന്നെ ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തുണികളും വിറകും ഒക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു മഴ കാണുമ്പോൾ ഇന്ന് മഴ ദിവസമാണോ എന്നൊരു സംശയം. ഇന്ന് പേട്ടന് പണി ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എന്തായാലും നല്ലൊരു മഴയാണ് രാവിലെ തന്നെ. നല്ലൊരു പെരുമഴയാണ് പെയ്യുന്നത്. ഇനിയിപ്പോൾ അറിയില്ല ഏട്ടന് പണി ഉണ്ടാവുമോ എന്താ ഒന്നും അറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയ്ക്കൊരു ശാന്തത ഉള്ളതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം തുണികളൊക്കെ കുറേ ദിവസത്തെ ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു, വിറകും ഒക്കെ ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ഇട്ടിട്ട് ആദ്യമൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടിപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും സവാളയും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെയുള്ള കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റൂമിൽ ഇരുട്ട് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഈ റൂമിൽ ലൈറ്റ് ഇല്ല, ഇതിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ മൊത്തം കംപ്ലൈൻ്റ് ആണ്. കാരണം റൂമിലെന്നല്ല എല്ലായിടത്തെയും സ്വിച്ച് ബോർഡ് മൊത്തം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം മൊത്തം ഒന്നായിട്ടൊരു അഴിച്ചുപണി വേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹാളിലേക്കും ഈ റൂമിലേക്കും വേണ്ടിയിട്ട് സെൻറ്ററിലൊരു ബൾബ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ റൂമിൽ ഇങ്ങനെ ഇരുട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ പുറത്ത് മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ റൂമിൽ ഒരു ഇരുട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഗ്രീൻ പീസും സവാളയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വേവിച്ചെടുത്തതിന് ശേഷം വേണം ഇനി അടുത്ത പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ മഴ നല്ലോണം പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് കുഴയ്ക്കാനായിട്ടിരുന്നു കേട്ടോ. നൂൽപുട്ടിനുള്ള മാവ് കുഴയ്ക്കാനായിട്ടിരുന്നു. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്തത്. ആ വെള്ളം കൊണ്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നല്ലോണം മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇനി പേട്ടൻ പോവാറാകുമ്പോഴത്തേന് ഇന്ന് പണി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മഴയുണ്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് തേങ്ങ ചിരവുന്നുണ്ട്. അപ്പോൾ അമ്മ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അമ്മയെ കൊണ്ട് തേങ്ങ ചിരവിക്കുന്നത് എന്നുള്ളത് ഒന്നും വിചാരിക്കേണ്ട. അത് ഇരുന്ന് ചിരകുന്ന തേങ്ങയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്നിട്ട് എനിക്കിരുന്ന് ചിരവാൻ പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ അമ്മയെ കൊണ്ട് ചിരവിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ നൂൽപുട്ടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി. ഇനി അടുത്തത് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കണം. ഏട്ടന് ചോറിന് രാവിലെ കഴിച്ചിട്ട് പോവാൻ നൂൽപുട്ടും വേഗം കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. വീട്ടിലിപ്പോൾ കുറേ ആയിട്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് നൂൽപുട്ട് കഴിക്കണം എന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ പൊടി വാങ്ങിപ്പിച്ചിട്ട് കടയിൽ നിന്ന് പൊടി വാങ്ങിപ്പിച്ചിട്ട് നല്ല പൊടി തന്നെയാണ്. അപ്പോൾ അത് വാങ്ങിപ്പിച്ചിട്ട് ഞാൻ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറത്ത് മഴയ്ക്കൊരു ശമനം കിട്ടിയിട്ടുണ്ട്, ഒരു തെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഇന്ന് പണി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഏട്ടന് കഴിക്കാൻ എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഏട്ടന് ചോറൊക്കെ നിറച്ച് കൊടുക്കണം ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇന്ന് നൂൽപുട്ടിൻ്റെ ഈ ഗ്രീൻ പീസ് കറി തന്നെ ഏട്ടൻ കൊണ്ടുപോകുന്നു. പിന്നെ ബുൾസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തതും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഏട്ടന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തു വിടുന്നത്. അങ്ങനെ ഞാനും റിച്ചൂട്ടിനും കൂടി രാവിലത്തെ നൂൽപുട്ടും കറിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് റോട്ടിലേക്ക് വരികയായിരുന്നു. ഞങ്ങളിവിടെ പുറത്തൊക്കെ ഇറങ്ങി അവനിവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്ത് ഇറങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ അവൻ ഇവിടെ ഇരുന്നിട്ട് തനിയെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പടിക്കലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. റോഡാണ് കാണുന്നതാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഇവനിവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തനിയെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ഈ സ്റ്റെപ്പും വരെ ഇവിടെ അടുത്ത വീട്ടിലത്തെ സ്റ്റെപ്പ് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ പടിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളിരിക്കുന്നത്.
അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഏട്ടൻ ഉച്ചവരെ ഏട്ടന് പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4:30ക്കാണ് നമുക്ക് ചെല്ലാൻ പറഞ്ഞത്. ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4:30ക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ ഒരു 3-3:30 ഒക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7ാം മാസത്തെ ചെക്കപ്പാണ് കേട്ടോ. അപ്പോൾ ആ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തനിയെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നതുകൊണ്ട് ഇപ്പോൾ ഏട്ടനെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിച്ചൂട്ടനെയും ഞങ്ങൾ കൊണ്ടുപോയി. ഇപ്പം മഴയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ എന്ത് പറഞ്ഞാലും റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഇത് കോതകുറിശ്ശിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള റൂട്ടാണ് കേട്ടോ. അതായത് ചെർപ്പളശ്ശേരി റോഡാണ്. ചെർപ്പശ്ശേരിക്കൊക്കെ പോകുന്ന റോഡാണിത് കേട്ടോ. അപ്പോൾ ഈ റോഡാണെങ്കിൽ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എന്താ പറയുക, റോഡ് പണിയൊക്കെ പാതി വഴിയിലിട്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇവർ റോഡ് പണി തുടങ്ങിയതാണ്. പക്ഷെ എന്നിട്ടും ആ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒക്കെ പാതി വഴിയിൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു ഗർഭിണികൾക്കൊന്നും മാത്രമല്ല, ഒരു അസുഖമുള്ള ഒരാൾക്കും അങ്ങനെ ആ റോഡ് വഴി പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിനിക്കിലെത്തിയിട്ട് നമ്മൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം, കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴാണ് തിരിച്ച് പോകുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരിവിടെ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. ഞാനും റിച്ചൂട്ടനും മേട്ടനും അപ്പം തിരിച്ച് ഞങ്ങൾ ബസ്സിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ ഈ ഒരു ചാട്ടം കാണുമ്പോൾ തന്നെ അറിയാം റോഡ് എത്രമാത്രം നല്ല റോഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം ഇനി അടുത്ത മാസമാണ് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ വരേണ്ടത്. ഇനി 9ാം മാസത്തിൽ, കാരണം ഇപ്പോൾ 7ാം മാസം കഴിഞ്ഞ് 8 പറക്കാൻ പോകുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഷുഗർ ഇത്രയ്ക്ക് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ഹോസ്പിറ്റലിലേക്ക് ഇനി പോവേണ്ടത്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.